ഇപ്പോൾ ഇത് 2 മുറികളാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഹാളിലേക്കാണ്. ഹാളിലേക്ക് ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. എല്ലാം ഉണ്ട്. എല്ലാം ഒരു 2 വീട്ടിലേക്കുള്ള സാധനം ഉണ്ടാവും. ഒതുക്കി 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 അവളെ കയ്യും കാലും പോവാന്നുള്ള സാധനം. ഇതിലിപ്പോ എന്താ മൊത്തം മരുന്നുകളൊക്കെയാണ്? അല്ലല്ല, എന്താ മരുന്ന്, എന്താ പറയുക, ഡിസ്പെൻസറിയാ. നല്ല നന്നെന്ന് പറഞ്ഞ ഉണ്ണിയും പോയി പടക്കേന്ന് പറഞ്ഞ അവസ്ഥയായില്ലേ. കൊള്ളാം. എന്നെ രോഗിയാക്കി കഴിഞ്ഞ് എന്റെ കഞ്ഞിൽ മണ്ണിടാൻ വന്നിരിക്കുകയാണ്. ശരിക്കും എന്തെങ്കിലും അസുഖമുണ്ടോ? എനിക്ക് അങ്ങനത്തെ ഒരു അസുഖവും ഇല്ല. പക്ഷെ 17 വയസ്സ് ഒന്നുമില്ല. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഒന്നുമില്ല. 17 വയസ്സിൽ തുടങ്ങിയ ഒരു മുട്ടുവേദന ഉണ്ട്. അത് ചിലപ്പോ ഉണ്ടാവും. പക്ഷെ അതുകൊണ്ട് എനിക്കൊരു വർക്കിന് ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഞാൻ ആയുർവേദം ആണ്, തൈലും കഷായവും ഒക്കെ എനിക്ക് ചില സമയത്ത് വേണം തോന്നുമ്പോൾ ഞാൻ കഴിക്കും. അലോപ്പതി അങ്ങനെ കഴിക്കാറില്ല. ഒരു വർക്ക് കൊണ്ട് എൻ്റെ ഒരു അസുഖം കൊണ്ട് എനിക്ക് ഒരു വർക്കിന് പോകാതിരിക്കേണ്ട ഗതികേടൊന്നും വന്നിട്ടില്ല. ഇവിടെ കുറെ പടങ്ങളുടെ അവാർഡ്സ് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. കുറെ അതിന്റെ മേളത്തെ കൂട്ടിലിട്ട് വെച്ചിട്ടുണ്ട്. കസ്തൂരിമാന്റെ കസ്തൂരിമാന്റെ ഒക്കെ ഇതിന്റെ ഉള്ളിൽ അവിടെ ഒക്കെ ആയിരിക്കാൻ മതി. ഇതിന്റെ ഉള്ളിലൊക്കെ കാണും. കുറെ ബോംബ് കഥയുടെ ഇരിപ്പുണ്ട്. അതില് ഒരു ആ സീൻ ഇപ്പോഴും ആളുകൾ എടുത്ത് കാണാറ്, ഇപ്പോഴും അതിനെ പറ്റിയ ഇതൊക്കെ ചെയ്യാറുണ്ട്. അയാളൊരു വെടിവെപ്പുകാരനാണ് പറയുന്നത്. അല്ല, ഇവളും വെടിവെക്കുവോ? തോക്കെടുത്ത് വരുമ്പോ ബോംബെയിലൊരു ഡോണ്, അങ്ങനെ ഒരു ഡോണിന് പോയി ചൊറിഞ്ഞ് അവരുടെ ഒരു വെടി കൊണ്ട് ആയത്തമ്മ. അതല്ല, അത് ശരിക്ക് അത് ഇവിടെ ശരിക്ക് ആ ആണി ഇവിടെ കയറേണ്ടതാ. ഇവരൊരു ആണി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തോ ആ നേരത്തെ എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞു ഇത് ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ. ആ ഇതുമ്മല്, ആ മത്തന്റെ ഇതുമ്മലേ എന്തോ പൊട്ടിത്തെറിച്ചില്ലേ? അത് മത്തനല്ല, മത്തൻ തന്നെ, കല്ല് മത്തൻ. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഇവിടെ വെക്കേണ്ടെന്ന് പറഞ്ഞു. അത് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, അത് വെക്കേണ്ട, അതെടുത്ത് കളയാൻ പറഞ്ഞു. ആ ആണി വെച്ച സ്ഥലം ഇവിടെ വന്ന് അടിച്ചിട്ട് ഇവിടെ ചുമന്ന് ഞാൻ കുറച്ചു നേരം മിണ്ടാൻ പറ്റാണ്ടായി പോയില്ലേ. ആ വെടി കൊണ്ടിട്ട് ഇവിടെ വന്നാണ്ട് പൊട്ടി അടിച്ചു വയറ്റത്ത് ചോമന്ന് ചെമ്പരത്തി പോലെ പോയി. അപ്പൊ ഞാൻ ചോദിച്ചാൽ ആണി ഇവിടെ വെച്ചിരുന്നെങ്കിലോ എന്ന്. ആസ്പത്രി പോയിരുന്നു പറഞ്ഞു. അതെ, അതിന്നൊക്കെ രക്ഷപ്പെട്ടതാ. ഈ ആമേനില്ലേ അങ്ങനെ എളുപ്പത്തിൽ ഒരാളും പറയാത്ത 1-2 ഡയലോഗുകളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിങ്ങനെ ആലോചിച്ചിരുന്നത് ഞാൻ പറഞ്ഞാൽ ശരിയാവോ, ഞാൻ പറയാൻ പാടുണ്ടോ, ഇത് അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? പറ്റില്ല എന്ന് പറയാൻ അതിന് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇഷ്ടത്തോടുകൂടി തന്നെ പറഞ്ഞത്. അതെ, അതെന്താ അറിയാം, നമ്മൾ പറ്റില്ല എന്ന് പറയേണ്ട കാര്യമില്ല. ഒരു റൈറ്റർക്ക് എഴുതാമെന്നുണ്ടെങ്കിൽ, ഒരു ഡയറക്ടർക്ക് അത് പറഞ്ഞു തരാം, ചെയ്യാൻ പറയാമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഒരു ആർട്ടിസ്റ്റിന് അത് പറഞ്ഞുകൂടാ? റൈറ്ററും ഡയറക്ടറും കഴിഞ്ഞിട്ടല്ലേ ഒരു ആർട്ടിസ്റ്റ് ഉള്ളൂ, അല്ലേ? അപ്പോൾ റൈറ്റർ എഴുതി വെച്ചു, ഡയറക്ടർ ഈ സീൻ ചെയ്യാൻ പറഞ്ഞു, ഞാൻ ചെയ്തു. അത് നമ്മൾ KPSC ഇപ്പോൾ മരിച്ചുപോയി. KPSC ശ്രീതാംബൂരി ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, ഈ ഇതൊക്കെ പറയണത് മോശമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങളും പറയും, പക്ഷെ എനിക്കൊരു ഇതുമില്ല എന്ന് പറഞ്ഞു. ഞാൻ ഒറ്റ കാര്യം ഞാൻ പറയാറുള്ളൂ. അതിൻ്റെ ചില പിള്ളേർ പറയും 2 കാര്യം നിർബന്ധമാക്കി സിനിമയ്ക്ക് വിളിച്ചാൽ അറിയാലോ. അത് 2 നിർബന്ധം. വേറെ എനിക്ക് ഡയലോഗ് പറയണേനോ വേറൊന്നിനോ ഒരു പ്രശ്നവും. തുണിയും വേണം, മണിയും വേണം. അത് തന്നെ, തുണിയും വേണം, മണിയും വേണം. അതെനിക്ക് നിർബന്ധം. അവര് പറയുന്ന ക്യാരക്ടർ ഞാൻ പറഞ്ഞു ഒരു 50% ആ ഡയറക്ടർക്ക് കൊടുക്കണം എന്നാണ് എൻ്റെ. അത് സാധിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പൊ നമുക്കിവിടെ ഹസ്ബൻഡിന്റെ കുറെ ഫോട്ടോസ് ഒക്കെ കാണാനുണ്ട് ചുമരില്. അദ്ദേഹത്തിന് വേണ്ടിട്ട് ഒരുപാട് കഷ്ടപ്പെടേണ്ടൊക്കെ വന്നിട്ടുണ്ട്. അതിനോട് ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിന് സുഖല്യായിരുന്നു, ആദ്യത്തെ ആൾക്ക് സുഖല്യായിരുന്നു. ഇതാണ് എൻ്റെ സഹോദരൻ, മരിച്ച സഹോദരൻ എൻ്റെ കൂടെ. അപ്പൊ അവനുള്ളതായിരുന്നു ആ മുറി. ഈ മുറി അമ്മയ്ക്കുള്ളത്. ഇപ്പം ആ മുറി എൻ്റെ സുജിയുടെയാണ്. അവളിപ്പോ അമ്മ മരിച്ചിട്ട് കുറെ ഒരു 5 മാസത്തോളം TV വെച്ചില്ലായിരുന്നു, അങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ TV ഒക്കെ ഇതായി പോയി. പിന്നെ രണ്ടാമത് പൊക്കെ ഓൺ ചെയ്ത് അവൾ വൈകുന്നേരം മാത്രം ഒരു 3-4 സീരിയൽ വെക്കും. ഞാൻ TV പൊതുവെ അങ്ങനെ കാണുന്ന സ്വഭാവമില്ല എനിക്ക്. കാരണം കാണുമായിരുന്നു ആദ്യം, കണ്ടിട്ട് പിന്നെ നമ്മൾ അതിന് അഡിക്റ്റ് ആയി പോകും. അപ്പൊ നമുക്ക് പോകുമ്പോ കാണാൻ പറ്റില്ല. കാരണം നമ്മളെ റൂമിൽ TV ഉണ്ടാവും, പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ, നമ്മൾ ആ സമയം കഴിഞ്ഞല്ലേ വരിക. പിന്നെ ഞാൻ ആ ശീലം അങ്ങ് കളഞ്ഞു. ഇതിപ്പോ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇരിപ്പുണ്ട്. ഒരു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡൊക്കെ കാണുന്നുണ്ട് ചെന്നൈയിൽ നിന്ന്. തമിഴ്. നമ്മുടെ ഇവിടെ നിന്ന് തന്നിട്ടില്ല. അത് തമിഴ്. ഇത് തമിഴ് നീട്ടിയതാണ് ഈ മാല. അതുപോലെ സൂര്യകാന്തി പൂവ്, അതൊക്കെ തമിഴത്തെയാണ്. കസ്തൂരിമാൻ്റെ അതിൻ്റെ ഉള്ളിലുണ്ട്. അതിൻ്റെ ഉള്ളിലുണ്ട് കസ്തൂരിമാൻ്റെ അതിൻ്റെ ഉള്ളിലുണ്ട്. കാരണം അത് ഞാൻ മറക്കല്ലേ ഒരിക്കലും.
അത് മൊമെന്റോ പിന്നെ അന്ന് നല്ല അടിപൊളി ഒരു വാച്ച് ഒക്കെ കസ്തൂരിമാരന് കിട്ടിയതാ. അതൊക്കെ ഒതുക്കി അവളാണ് എല്ലാം റെഡിയാക്കി വെക്കുന്നത്. കഴിയുന്നതൊക്കെ ഒതുക്കി വെക്കും. പിന്നെ ഇതിന്റെ അകത്തുണ്ട് കുറച്ച്, എല്ലായിടത്തും ഉണ്ട്. കുറെ ചാക്കിലാക്കി കെട്ടി നമ്മൾ ഇതിന്റെ ഒരു കൂടുണ്ടാവില്ല, അതിന്റെ ഉള്ളിലേക്ക് ഇട്ട് അവാർഡുകൾ ചാക്കിലാക്കി കെട്ടി വെച്ചിരിക്കുക. ചാക്കിലാക്കി കെട്ടി വെച്ചിരിക്കുക. ഇപ്പൊ ഇവിടെ നമുക്ക് ഈ ഷോക്കേസിലേക്ക് വന്നു കഴിഞ്ഞാല് ഇവിടെ ഒരു മിഡി ടോപ്പ് ഒക്കെ ഇട്ട് നിൽക്കുന്ന കുളപ്പുള്ളില് ഇതെന്താ ശരിക്കും സംഭവം? അത് സ്റ്റേജ് ഷോ ചെയ്തത്. അതായത് കിങ്ങിണിമോള് ചിഞ്ചുമോൾ എന്ന് പറഞ്ഞ ആലപ്പി സുദർശല്ലേ, ആലപ്പി സുദർശന് ഞാനും കൂടി ഒരു ഇത് ചെയ്യാറുണ്ടായിരുന്നു. അതിലത്തെ ചിഞ്ചുമോള് കിങ്ങിണിമോള്. ഓ അവർ രണ്ടുപേരും അല്ല, കിങ്ങിണിമോള് അവൻ, ചിഞ്ചുമോള് ഞാൻ പല വേഷത്തിലും ചെയ്തിട്ടുണ്ട്. അതായത് ചിഞ്ചുമോള് എന്ന് പറഞ്ഞാൽ ചെയ്തത് പണ്ട് മുടിയൊക്കെ ഇവിടെ കെട്ടി വെച്ചിട്ട് പിന്നെ ഒരു ഏഷ്യാനെറ്റിലൊരു സീരിയലാണ് ചെയ്തത്. അതിന്റെ പേര് ഞാനിപ്പോൾ മറന്നുപോയി. ആ സീരിയലിലാണ് ചിഞ്ചുമോള്. അപ്പോൾ സി ചിഞ്ചുമോള്, അതാണ് എൻ്റെ മുഴുവൻ പേര്. അങ്ങനെ തന്നെ വിളിക്കണം നിർബന്ധമുണ്ട്. ചട്ടയും മുണ്ടുക, മുടി പടി കെട്ടിയൊക്കെയുള്ളൂ. അതാണ് ചിഞ്ചുമോള്. അപ്പോൾ ആ ചിഞ്ചുമോള് പിന്നെ ഈ ഡ്രസ്സിലും ആയി ചെയ്ത്. അതൊക്കെ അവളാണ് കാണുന്നിടത്തേക്ക് എടുത്ത് വെച്ചത്. ഞാനതൊക്കെ അങ്ങ് മറച്ചു വെക്കും. അവളതെല്ലാം എടുത്ത് ഇതാക്കി വെക്കും. ഒരുപാട് കൃഷ്ണന്മാരൊക്കെ ഒരുപാട് മുകളിലൊരു ആമേന്റെ ഇരിപ്പുണ്ട്. 105 ദിവസങ്ങളല്ലേ? കസ്തൂരിമാനും അതുപോലെ എത്രയോ ഒരു ദിവസത്തിന്റെ അതിന്റെ ഉള്ളിൽ എവിടെയോ വെച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല. കമലാണോ ലോഹിദാസ് ആണോ ആരാഷ്ട്ര സംവിധായകൻ? എന്തോ കമലാണോ ലോഹിദാസ് ആണോ ആരാഷ്ട്ര സംവിധായകൻ? അങ്ങനെ ഒരിക്കലും പറയില്ല ഞാൻ. ഒരു സംവിധായകനൊക്കെ ഒരു സംവിധായകന്റെ ഉപരി മറ്റൊരു സംവിധായകനാണ് നല്ലത് വലുതെന്ന് ഞാൻ പറയില്ല. എനിക്ക് എല്ലാവരും ഒന്ന്. കമൽ സാറിന് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കമൽ സാർ എൻ്റെ നാടകം കണ്ടിട്ടാണ് എന്നെ അയാൾ കഥയിലേക്ക് വിളിച്ചത്. നാടകം കണ്ടിട്ട് അത് അങ്കമാലി അഞ്ജലിയിൽ മണവാട്ടി കളിക്കുമ്പോൾ അത് കഴിഞ്ഞ് 3-ാമത്തെ വർഷത്തിൽ 2-ാമത്തെ വർഷം എറണാകുളം ചൈത്രധാര കളിച്ചു. 3-ാമത്തെ വർഷം കൊല്ലം ചൈതന്യയിൽ കളിക്കുമ്പോഴാണ് എന്നെ അയാൾക്ക് അദ്ദേഹങ്ങളിലേക്ക് കമൽ സാറ് വിളിച്ചത്. ലോഹി സാറ് കസ്തൂരിമാൻ എന്നുള്ള ആ ഒരു ക്യാരക്ടർ തരാൻ ലോഹി സാറിന്റെ സൂത്രധാരനിൽ ഞാൻ കളിച്ചിട്ടുണ്ട്. സലീംകുമാറിന്റെ അമ്മ. സിനിമയിൽ ആദ്യമായിട്ട് ഞാൻ അമ്മയായത് സലീംകുമാറിന്റെ അമ്മയായിട്ട്. അതിന്റെ ശേഷം ഒരുപാട് അമ്മ, മുത്തശ്ശി എല്ലാമായി. സലീംകുമാറിന്റെ അമ്മയായിട്ടാണ് ഫസ്റ്റ് ഞാൻ നല്ല ഐശ്വര്യം ഉണ്ടെങ്കിൽ സലീംകുമാർ അവന്റെ അമ്മയായിട്ടാണ്. അതായത് ലീലാകൃഷ്ണൻ എന്നുള്ളതിൽ അവൻ ആസ്പത്രി കിടക്കുമ്പോൾ മറ്റോ ഹോമിയോ ഡോക്ടറായിട്ട് ഞാൻ സത്യത്തിൽ വിചാരിച്ചത് സലീംകുമാർ തമിഴിനാണെന്നാണ്. അതെ, ദിലീപാണെന്ന് എനിക്ക് പറഞ്ഞു തന്നത് അല്ല എന്നുള്ളത്. തമിഴിനാന്നാണ് വിചാരിച്ചത്. ഞങ്ങൾ കാണുമ്പോൾ പറയുകയും ചെയ്യും. ഞാൻ പുള്ളിയുടെ അമ്മയായിട്ടാണ് ഞാൻ ആദ്യം തുടങ്ങുന്നത്. പിന്നെ ഇപ്പോ മലയാളത്തിലേക്ക് വരികയാണെങ്കിലേ മോഹൻലാലിനെയും ശരി മമ്മൂട്ടിനെയും ശരി രണ്ടുപേരും വരച്ച വരയിൽ നിർത്തിയിട്ടുള്ള കഥാപാത്രം ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇവിടെ കുറെ ഭരണികളൊക്കെ ഇതിപ്പോ അവള് ഒതുക്കി വെച്ചിട്ടായിരുന്നു എന്റെ മുത്തിന്റെ റൂം. അമ്മയുടെ മുറി ഇതായിരുന്നു. ഈ ഭരണിയിലൊക്കെ ഈ ഭരണി ഇത് വൈൻ ഉണ്ടാക്കാൻ വേണ്ടി ചന്ദ്രേട്ടുള്ള സമയത്ത് മുന്തിരി അത് വരുമ്പോ മുന്തിരി മാത്രം ഇട്ട് വൈൻ ഉണ്ടാക്കാം. അത് ഇന്നാള് എന്റെ ഡ്രൈവർ കൊണ്ടുപോകണം പറഞ്ഞിട്ട് അവന് ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്തു. പിന്നെ ഞാൻ ഇങ്ങോട്ട് മേടിച്ചു വെച്ചതാ. 3 ഞങ്ങൾ ഉണ്ടാക്കാറില്ല. പുള്ളി മരിച്ചതിന് ശേഷം ഉണ്ടാക്കിയിട്ടില്ല. അന്ന് അവൻ ഭരണി വെച്ചപ്പോ കൊടുത്തു. ഇനി 2 കൂടി ഉണ്ട് വേറെ. അതൊക്കെ കിട്ടിയതാണ്. സാംസ്കാരിക അതാ ഇവിടെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നു. നമുക്കപ്പൊ ഇനി അടുക്കളയും കൂടി കാണാൻ ബാക്കിയുണ്ട്. അടുക്കളയൊക്കെ കണ്ടാൽ നിങ്ങൾ ഓടും. ഇല്ല, ഇങ്ങനത്തെ അടുക്കളയും കാണണമല്ലോ. സാധാരണ ഹോം ടൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ എല്ലാവരും ഒക്കെ അടിച്ച് സാരില്ല, അത് കുഴപ്പമില്ല. എല്ലാം അവരും അങ്ങനെ നീറ്റായി കാണണ്ട. അതെ അതെ അതെ. അമ്മ കുക്ക് ചെയ്യോ? ഞാൻ കുക്ക് ചെയ്യൊക്കെ ചെയ്യും. പക്ഷെ ഇപ്പൊ ഒന്നും ചെയ്യാറില്ല. കാരണം ഇപ്പൊ ചെയ്താല് പഞ്ചസാരന്റെ അടുത്ത് ഉപ്പിന്റെ അടുത്ത് പഞ്ചസാരയൊക്കെ ഇടും. കാരണം ഇപ്പോഴത്തെ മൈൻഡ് അതാണ്. എന്നെ ഒന്നും ചെയ്യിക്കാറില്ല അവള്. എന്തെങ്കിലും ഞാൻ ചെയ്യാന്ന് വിചാരിച്ച നീറ്റ് തന്നാ അവള് ചീത്ത പറയും. അപ്പൊ ഞാനൊന്നും ചെയ്യുന്നത് അവൾക്ക് ഇഷ്ടമല്ല. സമയത്ത് ഏറ്റവും നന്നായിട്ട് ചെയ്തിരുന്ന എന്താ? അങ്ങനെ ഒന്നുമില്ല. അപ്പം ചെയ്യും ഞാനെല്ലാം. ഹസ്ബൻഡൊക്കെ ഉള്ള സമയത്ത് ചെയ്യുമായിരുന്നു. ഇനി നോൺ അങ്ങനെ വെക്കാൻ അറിയില്ല. സാമ്പാറൊക്കെ നന്നായിട്ട് വെക്കുക. അതൊക്കെ അമ്മ നന്നായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞങ്ങളങ്ങനെ നോൺ വെക്കുന്ന ആൾക്കാരല്ലല്ലോ. അപ്പോൾ അമ്മയ്ക്ക് സാമ്പാർ, എലിശ്ശേരി, മോരുകറിയൊക്കെ നന്നായിട്ട് വെക്കാൻ അറിയാം. അത് മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഞാൻ അസലായിട്ട് വെക്കും. നമുക്ക് നമ്മുടെ ഈ വീട്ടിലത്തെ 2 കാവൽക്കാരുണ്ട്, 2 കൂട്ടുകാർ, അവരെ കാണാനുണ്ട്. അങ്ങോട്ടേക്ക് പോകണം. അയ്യോ, അവരാണ് ഞങ്ങളുടെ എല്ലാം. എന്താ നിന്റെ ചോറിനുള്ള സമയമൊക്കെ ആയോ അതോ വൈകിയോ? എന്താടേ
ഇത് ചിഞ്ചു. അതായത് ഞാൻ ചിഞ്ചു എന്നൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നല്ലോ, ആ പേരാണ് ഞാൻ ഇട്ടത്. അപ്പൊ ഇത് തീരെ ചെറുത് ആകുമ്പോ ഇങ്ങനെ പെറ്റിട്ടൊരു 4-5 ദിവസമായിട്ടല്ലോ. അപ്പൊ ഞാൻ എപ്പോഴും പറയും എനിക്കിങ്ങനെ ഒരു നാടനെ വേണമെന്ന്. ഇവള് റോട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചിയല്ലേ എപ്പോഴും നാടൻ വേണം പറയില്ല. അന്ന് ടോണി ഉണ്ട് ഇവിടെ, നാടൻ വേണം പറയും. ദേ അവിടെ ഒരു പട്ടിക്കുട്ടീന്ന്. ഞാൻ നോക്കിയപ്പോൾ പുട്ടുന്നതിന് ഒരെണ്ണം. അപ്പോൾ ഇവിടെ ഷീല എന്ന് പറയും. അവളോട് ഞാൻ പറഞ്ഞു, എടി അവിടെ പട്ടിക്കുട്ടി ഉണ്ട് എന്ന് പറഞ്ഞു ഇവളെന്ന് പറഞ്ഞു. അപ്പൊ ഇതിനെ അവിടെ ഒരുത്തന് പറഞ്ഞു വെച്ചതായിരുന്നു. അവള് വേഗം അതിനെടുത്ത് കഞ്ഞുകൊണ്ടുവന്ന്, ഇതാ അനി പറഞ്ഞു വെച്ചതാണ്, ഇതാ ചേച്ചി എടുത്തോന്നും പറഞ്ഞ് കൊണ്ടുവന്നതാണ്. വിക്രസിലേക്ക് വെച്ച് തികഞ്ഞ വിക്രസാണ് അവക്ക്. എന്തൊക്കെയാ കുറുമ്പുകള്? ഭയങ്കര കുറുമ്പാ. അതായത് ഇവിടെ ടോണി ഉണ്ടായിരുന്നു. ടോണി ഇപ്പൊ നിന്റെ ഏരിയത്ത് വന്നിട്ട് നീ ടോണീനെ കൊഞ്ചിച്ച അന്നൊക്കെയുള്ളതായി ടോണിക്ക് കടിച്ചു ഉരുട്ടി മലത്തിയിടും. പക്ഷെ ഇപ്പൊ അവൻ ചത്തുപോയിട്ട് ആ ഒരു വിഷമം അവക്ക് മാറിയിട്ടില്ല. അവർക്ക് അങ്ങനെയൊന്നുമില്ല, എല്ലാം കഴിച്ചോളും. അതൊക്കെ കൊടുക്കല് അവിടെയാണ്. പക്ഷെ ഇപ്പം ഒരു ദുസ്വഭാവം, ആദ്യത്തിലെല്ലാം കഴിക്കായിരുന്നു. ഇപ്പൊ ഇതൊക്കെ കുറേശ്ശെ ആദ്യം കൊടുത്തപ്പോ അത് സ്ഥിരമായപ്പം ഇപ്പൊ അത് വേണം. അല്ലെങ്കിൽ ചോറൊക്കെ കൊടുത്തു പോരുമ്പോ അവളെ ഒന്ന് നോക്കും, എന്നിട്ട് അവിടെ ഇട്ട് നീ തിന്നോന്ന് പറയും. അതാണ് നമ്മുടെ ഡെല്ല. അതിപ്പോ അവൻ വലിയ പ്രതീക്ഷയൊക്കെയാണ്. ഇനിയിപ്പോ അറിയാൻ പറ്റില്ല. ഡേ എന്താണ് ഒന്ന് വട്ടം തിരിഞ്ഞേ എന്നാ. അപ്പൊ എന്തെങ്കിലും കയ്യിൽ തിന്നാണ്ടെങ്കിൽ രണ്ടാളും ഇങ്ങനെ അവരൊക്കെ ചാടി പിടിക്കുകയൊക്കെ ചെയ്യും. ചാടി പിടിക്കും. ആ ബിസ്ക്കറ്റ് ഇങ്ങോട്ട് തേടി ഉണ്ടോ? 2 ഉണ്ടാവും ചിലപ്പോ. എന്തിനാ? നിക്ക് തരാട്ടാ. തരാം, 2 തരാം. ഒരെണ്ണേ ഉള്ളോ? വേറെ ഒന്നുമില്ലല്ലോ അവിടെ ഇവർക്ക് ഇട്ട് കൊടുക്കാൻ പറ്റിയ? മറ്റേ വറുത്തത് എങ്ങനെ ഉണ്ടോ? വറുത്തില്ലേ? അല്ലേ വറുത്തില്ല. എന്നാ നിക്ക് അതെ വീണുപോയി. ഇനി വിളിച്ചോ, ഞാൻ അങ്ങോട്ട് വിളിച്ചോ. എന്നാ ഇവര് വലിയൊരു സമാധാനാണ്. അവര് നല്ല ഇതാണ്. അല്ല അപ്പൊ ഈ ചെന്നൈയിലേക്കൊക്കെ പോവല്ലോ, ഇപ്പൊ ഇവരുടെ കാര്യങ്ങളൊക്കെ അതാ ഞാൻ വേണ്ടല്ലോ ഇവർക്കാർക്കും. അമ്മ ഉള്ളപ്പോഴും ഞാൻ വേണ്ടല്ലോ, എന്നെ കാണണം. ഞാനൊരു മകളാണ്, അതേ ഉള്ളൂ. എന്റെ ലീലി എവിടെയെന്ന് ചോദിക്കും. പക്ഷെ ഞാൻ പറയും ഇവളാണ്ട് പോയിക്കോട്ടെ, എന്നാലും എന്തിനാ ഇവളെ ഇവിടെ നിർത്തിയത് പറയും. ആ പെണ്ണിനെ എങ്ങോട്ടാ പറഞ്ഞു വയ്ക്കുന്നത്? അയ്യോ അങ്ങോട്ട് പോണ്ടാട്ടോ. നടി പിടിച്ചേ, എന്നാ അവളെടുത്തില്ല. അത് ഉയരത്തിലിട്ടാ ചാടി പിടിച്ചോളും. അല്ല അപ്പൊ ഈ ചെന്നൈ പോകുമ്പോഴേ അവിടുത്തെ താമസം, അവിടുത്തെ ആളുകളും അങ്ങനെയൊക്കെ എങ്ങനെയാണ്? നാട് മിസ് ചെയ്യില്ലേ? നമുക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ വർക്കനല്ലേ, ജീവിക്കാൻ വേണ്ടിയല്ലേ, എവിടെ വേണേലും പോവാം. മണിയും തുണിയും അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മണിയും തുണിയും കിട്ടുന്ന നമ്മുടെ നാടിന്റെ യശസ് ഉയർത്തുന്ന കാര്യമാണ് പോയിട്ട് പല സ്ഥലങ്ങളിലും ചെയ്യുന്നത്. സുധാ കൊങ്കര പോലത്തെ നാഷണൽ അവാർഡ് മുൻ ഡയറക്ടറൊക്കെ വന്നിട്ട് അടിപൊളി എന്നൊക്കെ പറയുന്നത് ശരിക്കും അടിപൊളി ആയതുകൊണ്ടാണ്. ഇനിയും സിനിമകൾ ചെയ്യുക. ചേച്ചിയുടെ പെർഫോമൻസ് കാണാൻ ഇപ്പോഴും മലയാളികളൊക്കെ കാത്തിരിക്കുന്നുണ്ട്. മലയാളത്തിലേക്ക് വേഗം വരാൻ സാധിക്കട്ടെ. ഒരുപാട് പേർക്ക് വിളിക്കാൻ തോന്നുന്നു. മലയാളത്തിലത്തെയും ജോഷി സാറിന്റെ വരെ പടം ചെയ്തിട്ടുണ്ട്. ജോഷി സാർ, ഷാജി കൈലാസ് എല്ലാവരെയും ചെയ്യാനൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. എല്ലാവരുടെയും പുതിയ ആൾക്കാരുടെ കൂടി. എനിക്ക് ഒരാഗ്രഹമുണ്ട്, 2 കാര്യം. ഒന്ന് ആര്യ, സൂര്യ, അജിത്ത് ഇവരുടെ ഒരു പാർട്ടി ആവണം തമിഴ്നാട്ടിലെ. പിന്നെ നമുക്ക് മമ്മൂക്കാടെ മോനുണ്ടല്ലോ ദുൽഖർ, അവന്റെ കൂടെ അവൻ ഒന്ന് അഭിനയിക്കണം എന്നുണ്ട്. അവനെ കുറിച്ച് ഭയങ്കര നല്ല അഭിപ്രായമാണ്. അവനെ കുറിച്ച് എല്ലാവർക്കും അതെ. ഞാൻ അവനെ കണ്ടിട്ട് ഞാൻ ഒരു നടിയും കാണാൻ ഞാൻ ഇതുവരെ പോയിട്ടില്ല. പക്ഷെ അവൻ ഇവിടെ ഉണ്ട് പറഞ്ഞിട്ട് ഞാനും ഷിബും കൂടി അവനെ കാണാൻ പോയി. ഫോട്ടോ എടുത്തു. ഇവിടെ എവിടെയോ ഒരു സ്ഥലത്ത്, കുറച്ച് ദൂരെ ഒരു സ്ഥലത്ത് ഷൂട്ട് ഉണ്ടായിരുന്നു. പടമൊന്നും ഏതാ എനിക്കറിയില്ല, അവനറിയാം. ഫോട്ടോ എടുത്തു തോന്നും. സൽമാന്റെ അമ്മയാവണം അല്ലെങ്കിൽ അമ്മയാവണം, അതാണ്. അമ്മയവൻ എന്തായാലും നടക്കൂല. കാരണം എന്താ വെച്ചാൽ ഏജ് നോക്കണ്ടേ. കാര്യം എനിക്ക് 18 വയസ്സേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അമ്മമ്മയാ മതി. അതെനിക്ക് ഭയങ്കര മമ്മൂക്കയുടെ അമ്മയ്ക്ക് തുല്യാണ് ബ്ലാക്ക് ചെയ്തിരുന്നത്.
നോക്കി കണ്ണടിക്കാൻ പറ്റി, മമ്മൂക്കേനെ ശകാരിക്കാൻ പറ്റി. അയ്യോ എൻ്റെ കൃഷ്ണ, അത് ഭയങ്കര ഇതാ. എന്നോട് പറഞ്ഞ ഡയലോഗ് കുറച്ചോട്ടെ മര്യാദയ്ക്കെന്ന്. ഞാൻ പറയാം ഞാൻ പഠിച്ചിട്ടുണ്ട്, മമ്മൂക്ക് പഠിച്ചാൽ മതി. ഓ മുണ്ടേക്കടി എന്താ അത് മിണ്ടി പോരുത്. ആ അപ്പോൾ മലയാളത്തിലേക്കും വേഗം വരാൻ പറ്റട്ടെ, തമിഴിൽ സജീവമാവുക, ഇനിയും കാണാൻ പറ്റട്ടെ. ഒരുപാട് നീ സംസാരിക്കാൻ പറ്റിയത്. സന്തോഷം.